ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ VFA ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. VFA എക്സാം നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ ഡേ 1 ആണ്. ഇന്ന് മുതൽ ഓരോ ദിവസവും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള VFAക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സെലക്ട് ചെയ്ത ടോപ്പിക്സ് ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ആ ടോപ്പിക്സിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയാലും വൺ വേർഡ് ആയാലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവരിട്ട കമന്റ് ഏതൊക്കെയാണെന്ന് ഓരോന്നും വായിച്ച് മനസ്സിലാക്കി അതിൽ നിങ്ങൾക്ക് അറിയാത്ത ഓരോ പോയിന്റ്സും ഇവിടെ നിന്ന് തന്നെ പഠിച്ചെടുത്ത് പോവുക. അപ്പൊ ഏറ്റവും വേണ്ടപ്പെട്ട ടോപ്പിക്സ് എല്ലാം ഞാനിവിടെ ഷെയർ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും എല്ലാം നിങ്ങളിവിടെ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന നമ്മുടെ VFAക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ആളുകളും നിങ്ങളുടേതായ രീതിയിലുള്ള ചോദ്യങ്ങൾ കമന്റ് ചെയ്യണം. വരാൻ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ടോപ്പിക്സ് നമുക്ക് പറയാം. ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹരിത വിപ്ലവം. ഒന്നാമത്തെ ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം നമുക്ക് കുറെ എണ്ണം പറയാണ്ട്. അതായത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ്, പിതാവ് നോർമൻ ബോർലോഗ്, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ, ഹരിത വിപ്ലവ കാലഘട്ടങ്ങൾ, അങ്ങനെ പലതും അവിടെ നിന്ന് ചോദിക്കാനുണ്ട്. അപ്പൊ ഹരിത വിപ്ലവം എന്നതാണ് ഒന്നാമത്തെ ടോപ്പിക്. രണ്ടാമത്തെ ടോപ്പിക് ആയിട്ട് വരുന്നത് വിറ്റാമിൻസ്. ഓക്കെ, വിറ്റാമിൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് ഓരോ ആളുകൾക്കും അറിയാം. വിറ്റാമിൻസ് നല്ല ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാൻ ശ്രമിക്കുക. അതായത് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല മുമ്പത്തെ പോലെ വരിക. അതായത് വിറ്റാമിൻസിന്റെ രാസനാമങ്ങൾ ഓരോന്നിനെ പറ്റിയും അറിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ വിറ്റാമിൻസിന്റെ രോഗങ്ങൾ, ഏതൊക്കെ വിറ്റാമിൻസിന്റെ അപര്യാപ്തത മൂലം ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ ഓരോന്നും അവിടെ നിന്നും മനസ്സിലാക്കി പഠിക്കുക. മൂന്നാമതായിട്ട് നമുക്ക് വരുന്നതാണ് പഞ്ചവത്സര പദ്ധതി. ഈ 3 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളല്ല, കുറച്ച് ഡീപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ഓരോരുത്തരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ ചോദ്യങ്ങളും അതിന്റെ ആൻസറും കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ചോദ്യങ്ങളും ആൻസറും പിന്നെ പോയിന്റ്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അത് ബാക്കിയുള്ളവർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവണം. അതുപോലെ തന്നെ മറ്റുള്ളവരിട്ട കമന്റ്, ഓരോ കമന്റും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോവുക. എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. എപ്പോഴും കമന്റ്സ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. പുതിയ നല്ല നല്ല പോയിന്റ്സ് ഓരോന്നിലും വരും. അപ്പോൾ ഡേ 2 നമുക്ക് കാണാം. ഇന്നത്തെ കമന്റ് നിങ്ങൾ ഇവിടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.